സ്പീഡ് ചെസ്സിന്റെ തമ്പുരാനായ ഹിക്കാറോ നക്കമറയും ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറന്റെ തമ്മിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നോർവേ ചെസ് 2024 ഈ കിടലൻ ഗെയിം നടന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഡിങ് ലിറനും ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനാണ്. ബ്ലാക്ക് കളിക്കുന്നത് ഹിക്കാറോ നക്കമറയാണ്. ഡിങ് ലിറൻ തുടങ്ങുന്നത് പോണിന് D4 വെച്ചാണ്. നക്കമറ D5 കളിക്കുന്നു. C4 അപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് ആണ്. C5 അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേരിയേഷനിലായിട്ടാണ് ഇവിടെ നക്കമറ പോകുന്നത്. ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ്റെ ഓസ്ട്രിയൻ വേരിയേഷൻ ആണ്. പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ വേണമെങ്കിൽ ക്യൂൻ വന്നിട്ട് ഈ ഒരു പോണിനെ തിരികെ വെട്ടാം. പക്ഷെ നൈറ്റിന് ഇവിടെ F6 കളിച്ച് ഡബിൾ അറ്റാക്ക് ആ പോണിലേക്ക് കൊടുക്കുന്നു. നൈറ്റ് C3 ആ കൊടുത്ത പോണിനെ തിരിച്ചെടുക്കുന്നു. ഇവിടെ നക്കമറ നൈറ്റ് F3 പോൺ വെച്ചെടുക്കുന്നു. ക്യൂൻ വെച്ച് ഇവിടെ പോണിനെ എടുക്കുന്നു. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ക്യൂൻ വെച്ചെടുക്കുന്നു. നൈറ്റ് C6 E4 കളിക്കുന്നു. അപ്പോൾ സെൻറ്ററിലേക്ക് സ്പേസ് കൊണ്ടുവരികയാണ് ഡിങ്. ഇവിടെ പോൺ ടു A6 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒന്നെങ്കിൽ ബിഷപ്പിന് നല്ല സ്ക്വയർ ആയിട്ടുള്ള B5 വരാൻ തടയാനുമാണ്. പിന്നെ തക്കമായ അവസരത്തിൽ ഇവിടെ ഈ ഒരു ബിഷപ്പിന് ഇങ്ങനെയും പുറത്തിറങ്ങാം. തക്കമായ അവസരത്തിൽ B5 ഒക്കെ കളിക്കാവുന്നതാണ്. ബിഷപ്പ് E2 പോൺ E5. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണ്? ഈ ബിഷപ്പിനെ ഇവിടെ B4 കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പിൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നക്കമറയുടെ ഐഡിയ. ലോക ചാമ്പ്യനായ ഡിങ് ഇതിനൊന്നും വീഴില്ല. A3 കളിച്ചിട്ട് ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ബിഷപ്പ് G4 കളിക്കുന്നു. ഡിങ് ക്യാൻസൽ ചെയ്യുന്നു. നക്കമറ റൂക്ക് ഈ ഒരു ഡിങ്ങിൻ്റെ ക്യൂനോട് ലൈനപ്പ് ചെയ്യുന്നു. ക്യൂൻ B3. അപ്പോൾ ത്രെട്ട് എന്താണ്? ഈ ഒരു പോണിലേക്കാണ്. നൈറ്റ് A5 കളിച്ച് ഒന്ന് ക്യൂനിലേക്ക് അറ്റാക്ക്, ഈ പോണിന് ഡിഫൻസ് ഉണ്ട്. ക്യൂൻ A4 എടുത്തൊരു ചെക്ക് കൊടുക്കുന്നു. ഇവിടെ B5 ഇവിടെ A6 കളിച്ചിട്ട് ഉപകാരം ഉണ്ടായി. B5 കളിച്ചിട്ട് ഡിങ് ഈ ഒരു ക്യൂവിനെ ഓടിച്ചു വിടുന്നു. ക്യൂൻ തിരികെ പോകുന്നു. ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് ഇവിടെ വേണോ വേണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഡിങ് വെച്ച് കൊടുക്കുന്നു. നക്കമറ ക്യൂൻ എക്സ്ചേഞ്ചിന് പോകുന്നു. റൂക്ക് വെച്ച് തിരികെ എടുക്കുന്നു. നൈറ്റിന് B3 കളിച്ചിട്ട് ഈ ഒരു റൂക്കിലേക്കും ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്ക്. റൂക്കിന് B1 കളിക്കുന്നു. ബിഷപ്പിന് C5 കളിക്കുന്നു. വളരെ ആക്റ്റീവായിട്ടാണ് ഈ ബിഷപ്പ് ഇപ്പോൾ വരുന്നത്. കിങ്ങിനെ ഇവിടേക്ക് കളിക്കുന്നു. ഇത് വളരെ ഡീപ്പായിട്ടുള്ള മോണ് ഡിങ് കളിക്കുന്നത്. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഈ ഒരു പോണിനെ ഇപ്പോൾ ചാടിക്കയറി വെട്ടാൻ പറ്റില്ല. കാരണം ഈ ബിഷപ്പ് ഇവിടെ വെറുതെ വീണു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആദ്യം കിങ്ങിനെ ഇവിടെ വെച്ചിട്ട് ആ ബിഷപ്പിന് ആദ്യം ഒരു പ്രൊട്ടക്ഷൻ നൽകണം. ഇനി ത്രെട്ട് എന്താണ്? പോണിനെ എടുക്കുക. അതുകൊണ്ട് പോൺ F6 കളിച്ചിട്ട് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു ഇവിടെ നക്കമുറ. റൂക്ക് D3 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരികെ വരുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് വെച്ചിട്ട് വീണ്ടും ചലഞ്ച് ചെയ്യുന്നു. നൈറ്റ് D4 സെൻറ്ററിൽ ഒരു നൈറ്റിനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ നക്കമുറ. B4 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണം. ബിഷപ്പ് തിരികെ പോകുന്നു. ബിഷപ്പ് B2 വീണ്ടും നൈറ്റിലേക്കാണ് അറ്റാക്ക്. ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന ബിഷപ്പ് ഇവിടെ പുറത്തിറങ്ങി. നൈറ്റ് വെച്ചെടുക്കുന്നു. കിങ് വെച്ചെടുക്കുന്നു. ഇപ്പോൾ ഒരു ഡബിൾ ബിഷപ്പ് പെയർ ഇവിടെ നക്കമറയ്ക്കുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ്. കിങ്ങിന് E7. അപ്പോൾ ഇനി രണ്ട് റൂക്കുകളെ കണക്ട് ചെയ്യാനാണ്, ക്യാൻസൽ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. രണ്ട് റൂക്കുകളെ കണക്ട് ചെയ്യാനാണ് ഇവിടെ നക്കമറയുടെ ഉദ്ദേശം. F3 അപ്പോൾ സെൻറ്ററിൽ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടെ നൽകുകയാണ്. റൂക്ക് C2. അപ്പോൾ റൂക്ക് C2 എന്ന് പറഞ്ഞ മൂവ് ഇവിടെ സെക്കൻഡ് റാങ്കിലേക്ക് പ്രഷർ കൊടുക്കാനാണ് ഇവിടെ നക്കമറയുടെ ഉദ്ദേശം. പക്ഷേ എൻജിൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രേസി മൂവ് ഉണ്ട് ഇവിടെ, G5. ഐഡിയ G4 ത്രെട്ട് കൊടുത്ത് ഇതുപോലത്തെ ലൈൻസ് ഓപ്പൺ ചെയ്യാനാണ്. പക്ഷെ ഒരു എൻജിൻ മൂവ് ആണ്. പക്ഷെ നമുക്കൊരു ഹ്യൂമൻ മൂവ് ആയിട്ട് കാണാം ഇതിൻ്റെ അകത്ത്. ഹ്യൂമൻ ആയിട്ടുള്ള നക്കമറ എന്തായാലും റൂക്ക് C2 കളിക്കുന്നു. റൂക്കിനെ ഇവിടെ ഫോഴ്സ്ഫുള്ളി എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ചു കൊടുക്കുകയാണ് ഇവിടെ ഡിങ്. നക്കമറ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. ബിഷപ്പ് വെച്ചൊരു ചെക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, നൈറ്റിന് അനങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? പിണ്ടാണ്. കിങ് പുറകോട്ട് പോകുന്നു. ബിഷപ്പ് F2 ചെക്ക്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഐഡിയ കിങ് വെച്ച് ബിഷപ്പിനെ എടുത്താൽ ഈ നൈറ്റിന് പ്രൊട്ടക്ഷൻ പോയി. റൂക്ക് വെച്ച് നൈറ്റിനെ എടുക്കാം. കളിയിൽ കിങ് D1 ആണ് പോകുന്നത്. ഇതൊരു മിസ്റ്റേക്കാണ്. കാരണം ഇവിടെ ഈ ഒരു പൊസിഷനിലോട്ട് നേരിട്ട് പോകുന്നതായിരുന്നു ഇവിടെ ഡിങ്ങിന് കുറച്ചും കൂടെ നല്ല ഐഡിയ. ഇങ്ങനൊരു സാക്രിഫൈസ് ആണെങ്കിലും ചെക്ക് വരുമെങ്കിലും ഒരു നോർമൽ രീതിയിലേക്ക് പോകാൻ പറ്റും. കിങ് D1 ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ ബ്ലാക്കിന് പെട്ടെന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുവാണ്. പകരം കളിക്കേണ്ടിയിരുന്ന ഈ ബിഷപ്പിന് വെറുതെ എടുത്താൽ മതിയായിരുന്നു. ഇതിന് ശേഷം റൂക്ക് ടേക്സ് നൈറ്റിന് ശേഷം വെറുതെ കിങ് G1 പോയാൽ മതി. ഇവിടെ ഒരുപക്ഷെ റൂക്കുകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ റൂക്ക് C1 തൽക്കാലം ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഇവിടെ ഡിങ്ങിന് പറ്റുന്നതായിരുന്നു. പക്ഷേ ഇവിടെ റൂക്ക് C2 റൂക്ക് C3 ശേഷം ആദ്യം ബിഷപ്പ് C4 ചെക്ക് കളിക്കുന്നു.
ഇവിടെ ഒരു പൊസിഷനിൽ റൂക്ക് C3 വെച്ച് കൊടുക്കുമ്പോൾ ബിഷപ്പ് C4 ചെക്ക് കളിക്കുന്നു, കിങ് മാറുന്നു. ബിഷപ്പ് F2 ചെക്ക് വരുമ്പോൾ ഇവിടെ ബിഷപ്പിനെ വെട്ടുന്നതിന് പകരം കിങ് ഇവിടേക്ക് കളിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. നക്കമറ ഇവിടെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യുകയാണ്. റൂക്ക് വെച്ച് എടുക്കുന്നു, ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു. റൂക്ക് വന്നിട്ട് ഈ കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നു. റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു ഡിങ്. ഐഡിയ A4 കളിച്ച് പൊസിഷൻ ഓപ്പൺ ആക്കാനാണ്. ബിഷപ്പിനെ ഇവിടേക്ക് കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ, നക്കമറയുടെ ഐഡിയ ഈ പോണിനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഈ നൈറ്റിന് ഇപ്പം അനങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? പിണ്ടാണ് ഈ റൂക്ക് ഇതും വെച്ച്. G3 കളിക്കുന്നു. ബിഷപ്പ് കളിച്ചിട്ട് ഈ ഒരു നൈറ്റിലേക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ ഇവിടെ ത്രെട്ട് കൊടുക്കുന്നു. പക്ഷെ കാര്യമൊന്നുമില്ല, ഇവിടെ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ ബിഷപ്പ് ഉണ്ട്, തൽക്കാലം കുഴപ്പമില്ല. A4 കളിച്ച് ചലഞ്ച് ചെയ്യുന്നു ഡിങ്. പോൺ വെച്ചെടുക്കുന്നു, റൂക്ക് വെച്ചെടുക്കുന്നു. ബിഷപ്പ് B5, റൂക്കിലേക്കും അറ്റാക്ക്, പോണിനും പ്രൊട്ടക്ഷൻ. റൂക്ക് തിരികെ പോകുന്നു. റൂക്ക് എവിടേക്ക് കളിച്ച് ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യുന്നു. H5 കളിക്കുന്നു. കിങ് വെച്ച് ആ റൂക്കിലേക്ക് ഒരു പണി കൊടുക്കുന്നു. പക്ഷെ കാര്യമൊന്നുമില്ല, ബിഷപ്പ് ഇവിടെ ഉണ്ട്. ബിഷപ്പ് വെച്ച് എലിമിനേറ്റ് ചെയ്യുന്നു. ബിഷപ്പ് വെച്ച് തിരികെ എടുക്കുന്നു. റൂക്ക് വെച്ച് അവസാനം ആ നൈറ്റിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്തോടെ F3യുടെ പ്രൊട്ടക്ഷൻ പോയി ഒരു പോൺ നേടി. ഇപ്പോൾ റൂക്ക് E1, ബിഷപ്പ് C6. അപ്പോൾ ഇതിലേക്ക് അറ്റാക്കാണ്. റൂക്കിനെ ഫോഴ്സ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ നക്കമറ റൂക്ക് കൊടുക്കുന്നില്ല. റൂക്ക് F2. H4 കളിക്കുന്നു. ഒരു ചെക്ക് കൊടുക്കുന്നു ഇവിടെ നക്കമറ. കിങ് C3. കിങ്ങിനെ വീണ്ടും ഒരു സെൻട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാനാണ് നക്കമറയുടെ ശ്രമം. റൂക്ക് E1. അപ്പോൾ ഇനി കുറച്ച് പാസീവായിട്ടുള്ള കുറച്ച് സൈലന്റ് മൂവ്സ് ആണ് ഇവിടെ നടത്തുന്നത്. ആ പൊസിഷനെ ഒന്ന് ഹോൾഡ് ചെയ്യാനാണ്. റൂക്ക് G2. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു 40 മൂവായി. അപ്പോൾ കൈൻഡ് ഓഫ് റിപ്പീറ്റിംഗ് ഇതിലോട്ടാണ് പോകുന്നത്. ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു ആ പോണിനെ. G6 കളിക്കുന്നു. രണ്ടുപേരും സൈലന്റ് മൂവ്സ് നടത്തുവാണ്. അപ്പോൾ ഈ ഒരു പോണിന് ഇപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, റൂക്കും ഇവിടെ ബിഷപ്പും കൊണ്ട്. ബിഷപ്പിനെ B5 കളിക്കുന്നു. കിങ് മാറുന്നു. ബിഷപ്പ് ഇടയിൽ വരുന്നു. എന്താണ് ഐഡിയ എന്ന് നോക്കാം. ബിഷപ്പ് C3 വരുന്നു. റൂക്ക് അടിയിലേക്ക് ഇവിടേക്ക് വരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ആ ഒരു പോൺ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിരിക്കാം. കിങ് വരുന്നു. ജസ്റ്റ് ബിഷപ്പ് മാറി ഒരു ചെക്ക് കൊടുക്കുന്നു. ബിഷപ്പ് വെച്ച് മറയ്ക്കുന്നു. ബിഷപ്പിന് വീണ്ടും ഇടയിലേക്ക് വരുന്നു. ബിഷപ്പ് മാറുന്നു. ബിഷപ്പ് വീണ്ടും ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഇനി പതുക്കെ ഈ ഒരു കോർഡിനേഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോണിലേക്കൊക്കെ ത്രെട്ട് പോകാനാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഡിസ്കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഒരു ബിഷപ്പ് റൂക്കിലോട്ട് അറ്റാക്കാണ്. കിങ് വീണ്ടും വരുന്നു. ബിഷപ്പ് മാറുന്നു. റൂക്ക് പുറകോട്ട് പോകുന്നു. G5 കളിച്ചിട്ട് നേരെ ഈ പോണിലേക്ക് പ്രഷറൈസ് ചെയ്യുന്നു. മാത്രമല്ല ഈ പോണിന് നല്ല പ്ലേ കിട്ടും. ആദ്യം ബിഷപ്പ് വന്നിട്ട് ഈ ഒരു പോണിലേക്ക് ഡബിൾ ത്രെട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പൊസിഷൻ. പോൺ വെച്ചെടുക്കുന്നു. ബിഷപ്പ് വെച്ച് ചെക്ക്. കിങ് മാറുന്നു. ബിഷപ്പ് ഇടയിൽ വരുന്നു വീണ്ടും. ബിഷപ്പ് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. റൂക്ക് മാറിയിട്ട് ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. ബിഷപ്പിനെ C5 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് B5 കളിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ഡിങ് ലിറൻ റിസൈൻ ചെയ്യാണ്. കാരണം ഇനി എന്ത് ചെയ്താലും ആ പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോൺ വീണ് പോകണം ചെയ്ത് കഴിഞ്ഞാൽ 2 പോണും കൂടെ ഡൗൺ ആയി. നക്കമറയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറിനോട് 2 പോൺ ഡൗൺ ആയിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഡിങ് ലിറൻ പൊസിഷനിൽ റിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ നക്കമറ 2800 എന്ന് പറഞ്ഞ മാജിക്കൽ ഫിഗർ കിടന്നിരിക്കുകയാണ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് 2800 കിടക്കുക. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നക്കമറ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.